നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കടലമുട്ടായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടലമുട്ടായി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവുകൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമുട്ടായി ചെയ്തെടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കടലമുട്ടായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 3 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. വറക്കാത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെയൊന്ന് വറുത്തെടുക്കണം. വറുത്ത കടലയാണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് വറക്കേണ്ട ആവശ്യമില്ല. എടുക്കുന്ന കടലയുടെ അളവനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ചേരുവകളുടെയും അളവ്. എടുത്തിരിക്കുന്ന കടല ഇവിടെ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചീനച്ചട്ടി ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. അതിനുശേഷം തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ കടലയുടെ അരികൊക്കെ കരിഞ്ഞ് കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട്. കടല നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കടലയുടെ തൊലി ഒന്ന് പൊളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കണം. കടല നന്നായിട്ട് വറുത്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ തൊലി നന്നായിട്ട് ഈസി ആയിട്ട് പൊളിഞ്ഞു കിട്ടും. ഇപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടല അടുപ്പത്തു നിന്ന് മാറ്റി തണുക്കുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം. തണുക്കുന്നതിന് വേണ്ടിയിട്ട് കടല ഇവിടെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് രണ്ടാക്കി എടുക്കണം. അടുത്തതായിട്ട് കടലമുട്ടായിക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. നമ്മൾ എത്ര അളവിലാണ് കടല എടുത്തിരിക്കുന്നത് അതിൻ്റെ നേർപകുതി അളവിലാണ് ശർക്കര എടുക്കേണ്ടത്. 3 കപ്പ് കടലയ്ക്ക് 1.5 കപ്പ് ശർക്കരയാണ് ഇവിടെ എടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതായത് 3 വലിയ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പിലും കുറച്ചും കൂടെ കുറവ് അളവിൽ വെള്ളമാണ്. മില്ലി കണക്കിന് അളവ് പറയുകയാണെങ്കിൽ 105 മില്ലി വെള്ളമാണ് ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അളക്കുകയാണെങ്കിൽ 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചേർക്കുന്ന ശർക്കരയുടെ 1/3 അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ബട്ടർ പേപ്പർ എടുത്ത് കുറച്ച് നെയ്യ് തടവി വെക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ പുറകുഭാഗമോ അല്ലെങ്കിൽ തടിയുടെ കട്ടിംഗ് ബോർഡോ ഉപയോഗിക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശർക്കര അടുപ്പത്ത് ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉരുകി കിട്ടണം. ഒരു നൂൽ പരുവത്തിലും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ശർക്കര നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ആ സമയത്ത് ഇതുപോലെ ശർക്കരയൊന്നും പതഞ്ഞു വരാതെ ഇരിക്കും. അതിനുശേഷം ഇത് വീണ്ടും പതഞ്ഞു വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുത്തു നോക്കാം. ശർക്കര നന്നായിട്ട് കട്ടിയാകുന്നത് വരെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. ശർക്കര കരിഞ്ഞു പോകാതെ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇതുപോലെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ശർക്കരപ്പാനി അങ്ങ് പരന്നു പോവുകയാണ്. ഇത് നല്ല ഉരുണ്ട് നല്ല ബോൾ പോലെ ആയിട്ട് വരണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ അത് നല്ല കല്ല് പോലെയായി വന്നിട്ടുണ്ട്. കയ്യിൽ ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കല്ല് പോലെ വരും. അതുകൊണ്ട് ഇത് ഈ സ്റ്റൗവേലോട്ടൊന്ന് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല ചേർക്കുന്നതിന് മുമ്പ് ഒരു 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടല ചേർത്തതിന് ശേഷം ഇത് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് അധിക സമയം അടുപ്പത്ത് വയ്ക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണം. ഈ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് കടല കോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇത് ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് മാറ്റാം. എത്ര പെട്ടെന്ന് ചെയ്യാവോ അത്രയും പെട്ടെന്ന് ഇതൊന്ന് നിരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നേരത്തെ നെയ്യ് തടവി വെച്ചിരുന്ന ബട്ടർ പേപ്പർ ഇതിന് മുകളിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ചപ്പാത്തി റോളർ ഉപയോഗിച്ച് ഇത് ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തി കൊടുക്കുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിച്ച് പരത്തി കൊടുക്കരുത്. കുറച്ച് സോഫ്റ്റായിട്ട് വേണം പരത്തി കൊടുക്കാൻ. ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടലമുട്ടായി ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ കടലമുട്ടായി നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ ഇതുപോലെയൊന്ന് മുറിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തണുത്ത് വന്നു കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ കടലമുട്ടായി ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊക്കെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലമുട്ടായിയുടെ റെസിപ്പിയാണിത്. നമ്മൾ കടയിലൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ കടലമുട്ടായി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഈ കടലമുട്ടായിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.